ഹായ് ഹലോ വെൽക്കം ടു ആദ്യാസ് വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ ടിപ്സും ഒത്തിരി പേര് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലുള്ള അഭിപ്രായങ്ങളും സപ്പോർട്ടും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല പൂക്കളായിട്ടില്ലേ, നല്ല കളറായിട്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. അപ്പോൾ കുറച്ച് കളർ പേപ്പേഴ്സും സിസറും ഗമ്മും സ്കെയിലും ഒക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വാ. കുട്ടീസൊക്കെ റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒറിഗമിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് കളർ ഷീറ്റ്സ് വേണം, പിന്നെ ഗ്ലൂ വേണം. ഗ്ലൂ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, ലിക്വിഡ് ഗ്ലൂ ആയാലും ഏത് വേണമെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഫെവിക്കോളാണ് ഉള്ളത്. പിന്നെ ഒരു സ്ട്രിങ് വേണം, പിന്നെ സിസർ വേണം. സ്ട്രിങ് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഹാങ്കർ കട്ട് ചെയ്തെടുത്താലും മതി, സിലിണ്ടറിക്കലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കളർ ഷീറ്റിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കളറ് പേപ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മളതിനെ മെഷർ ചെയ്ത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. സ്ക്വയർ ഷേപ്പ് ആയിരിക്കണം. അങ്ങനത്തെ 4 പീസസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മാർക്കിൻ്റെ അതേ കറക്റ്റ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യുക.
നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, പിസ്റ്റൽസിന് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം രണ്ടാമതും ഫോൾഡ് ചെയ്തിട്ട് ഇത് നിരനിരയായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ പിസ്റ്റൽസിന് വേണ്ടി ഫ്രിഞ്ചസ് ആയിട്ടാണ് നമുക്കിത് വെക്കേണ്ടത്. അപ്പോൾ അത് ഫ്രിഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ നിരനിരയായിട്ട് ചെറുതായിട്ട്, നല്ല ഷാർപ്പുള്ള സിസറാണെങ്കിൽ എളുപ്പം കഴിയും. അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്ത് കൊടുക്കുക, നിരനിരയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ കട്ടില്ലാത്ത ഭാഗത്ത് അവിടെയും കൂടെ നമ്മൾ അതിനെ ഓരോ കട്ടുകൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ പോർഷനിലും കട്ട് ഉണ്ടാവില്ല, നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമാണല്ലോ, അപ്പോൾ അതിലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ നല്ല വൃത്തിയിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലവറിൻ്റെ തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രീൻ കളറ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ആ സിലിണ്ടറിക്കൽ സ്ട്രിങ് എടുക്കുക. വേണം, എന്നാലത് നന്നായിട്ട് ഇളകി പോവാത്ത രീതിയിൽ അതവിടെ നിന്നോളും. അതിൻ്റെ ലാസ്റ്റ് നല്ല പ്രസ്സായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ ഗ്ലൂ എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെം റെഡിയായി. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ആ സ്ട്രിങ് ഊരി എടുത്ത് കളയുക. എന്നിട്ട് യെല്ലോ പേപ്പറിൻ്റെ അറ്റത്ത് നമ്മൾ ഗ്ലൂ ഇട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിന്നോളും. പിന്നെ നമ്മൾ ഓരോ ലെയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഹോള് വെച്ചിട്ടുണ്ടല്ലോ, അതുവഴി അതിൻ്റെ സെൻറ്ററിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റെമ്മിൻ്റെ ഇടയിലൂടെ ഇടുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ യെല്ലോ പേപ്പറിൻ്റെ അവിടെ ഒട്ടി നിന്നോളും അത്. പിന്നെ അങ്ങനെ ഓരോ ലെയറും നമ്മൾ സെൻറ്ററിൽ ഗ്ലൂ തേച്ച് ഈ സ്റ്റെമ്മിൻ്റെ ഉള്ളിലൂടെ ഹോളിലൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഫ്രിഞ്ചസൊക്കെ നല്ല വിടർത്തി കൊടുക്കുക. അപ്പോൾ നല്ല മനോഹരമായൊരു ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ പോയി നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് കൊടുക്കുക. ഫ്ലവറൊക്കെ ഉണ്ടാക്കി ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാം, ഫ്രണ്ട്സിന് കൊടുക്കാം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഫ്ലവർ. ഇപ്പോൾ നമ്മൾ ഇതിന് കുറേ ഫ്ലവർ ഉണ്ടാക്കി ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണിത്. അപ്പോൾ നിങ്ങൾക്കും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് ഹെൽപ്പ് ചോദിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കുക. അപ്പോൾ ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അടുത്ത വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.